guys, welcome. So ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ പ്ലേലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഗ്രോത്തും എങ്ങനെ ഉണ്ടാക്കാനാണ്. സോ നമുക്ക് നേരെ വീഡിയോ. ഇപ്പോൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ വീഡിയോ, അതായത് നിങ്ങൾ ഏത് വീഡിയോ വെച്ചാൽ ആ വീഡിയോനകത്ത് ജസ്റ്റ് ആ 3 ബട്ടൺസ് ക്ലിക്ക് ചെയ്യുക, ആഡ് ടു പ്ലേലിസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പ്ലേലിസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. സോ ഈ പ്ലേലിസ്റ്റിൻ്റെ ഒരു മെയിൻ പവർ എന്ന് പറയുന്നത് ഗൈസ്, അതൊരു ഓരോ ടൈമിൽ നിങ്ങൾ പുതിയ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു കോണ്ടന്റ് നിങ്ങൾ യൂട്യൂബിന് കൊടുക്കുന്നതായിരുന്നു. സോ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്ലേലിസ്റ്റും. സോ പ്ലേലിസ്റ്റിനും അതിൻ്റെതായ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ടൈറ്റിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും ഒക്കെ പ്ലേലിസ്റ്റിനും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെർച്ചിങ്, അതായത് യൂട്യൂബ് സെർച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് തരുന്ന സംഭവം. സോ ആ സംഭവത്തിൽ നിങ്ങൾ നല്ല ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്ത് കുറേ വീഡിയോസ്, അതായത് സീരീസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെർച്ചിങ്ങിൽ വരും. യൂട്യൂബ് സെർച്ചിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ ടാഗ്സിൻ്റെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ വ്യൂസും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടും. സോ റീച്ച് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടാഗ്സിനെ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സാധനമാണ് ഈ പ്ലേലിസ്റ്റ്. സോ എവറി ടൈം നിങ്ങൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു കോണ്ടന്റ് മാതിരിയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഓർക്കുക. നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ ഒരു ഇമ്പോർട്ടൻസ് ഈ പ്ലേലിസ്റ്റുണ്ട്. സോ പ്ലേലിസ്റ്റിൻ്റെ ടൈറ്റിൽ ഇടുന്ന സമയത്ത് സെർച്ചബിൾ ടൈറ്റിൽസ് ആക്കി ഇടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പ്ലേലിസ്റ്റും ചെയ്യാം. സോ പ്ലേലിസ്റ്റ് വീഡിയോസ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഏത് യൂട്യൂബ് ചാനലായാലും നിങ്ങൾക്ക് കുറേ കണ്ടൻസ് നിങ്ങളെ ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു റിലേറ്റഡ് ആയിട്ട് കണ്ടൻസും. സോ നിങ്ങൾ ടെക് യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ സ്മാർട്ട് ഫോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ആഡ് ചെയ്യാം. സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ്, ആ പ്ലേലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് വാച്ച് അവർ കൂടും, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ എത്ര ടൈം ആൾക്കാർ സ്പെൻഡ് ചെയ്യുമോ ആ ടൈം കൂടും. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ പുതിയ യൂട്യൂബർ ആണെങ്കിൽ 4000 വാച്ച് അവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അവൈലബിൾ ആവുള്ളൂ. സോ നിങ്ങൾ എല്ലാവരും പ്ലേലിസ്റ്റ് ട്രൈ ചെയ്യുക. സോ നിങ്ങൾ ഏത് ചാനലായാലും നിങ്ങൾ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങളിപ്പം കുക്കിംഗ് ചാനലായാലും നിങ്ങൾ ടെക് ആയാലും ഗെയിമിംഗ് ആയാലും ഒക്കെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ മാക്സിമം പ്ലേലിസ്റ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വ്യൂസും ഗ്രോത്തും ഒക്കെ ഉണ്ടാക്കുക. സോ ഈ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കീവേഡ്സ്, അതായത് നിങ്ങൾ കൊടുക്കുന്ന വേർഡ്സ് സെർച്ചബിൾ ആയിട്ടുള്ള വേർഡ്സ് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു റീച്ചും കൂടി കിട്ടുന്നതായിരിക്കും. സോ എന്തായാലും നിങ്ങൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും പ്ലേലിസ്റ്റ് ഉണ്ടാക്കുക. സോ ഉണ്ടാക്കിയ പ്ലേലിസ്റ്റിനകത്ത് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. സോ അതും ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ സ്മാർട്ട് ഫോൺ എടുക്കുക. സ്മാർട്ട് ഫോൺ എടുത്തതിന് ശേഷം പ്ലേലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് എഡിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഒരു സ്ഥലവും അവൈലബിൾ ആയിരിക്കും. സോ പ്ലേലിസ്റ്റിൻ്റെ മറ്റൊരു മേജർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഗൈസ്, വാച്ച് അവേഴ്സ് കൂട്ടാണ്. അതായത് നിങ്ങൾ വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചാൽ, സോ നിങ്ങളൊരു വീഡിയോ എടുത്തു, നിങ്ങളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവസാനം അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് വേറെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് ആയിരിക്കും. അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ വീഡിയോസ് ആയിരിക്കും അധികം വരുന്നത്. ബട്ട് നിങ്ങൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോ തന്നെ ആയിരിക്കും പിന്നെയും ആ വ്യൂവർ കാണുന്നത്. സോ അത്രയും ടൈം നിങ്ങളുടെ ചാനലിൽ തന്നെ ഒരു വ്യൂവറെ നമുക്ക് നിർത്താൻ പറ്റുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറും കൂടുന്ന സംഭവമാണ് ഈ പ്ലേലിസ്റ്റ്. സോ പ്ലേലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ളതാക്കി എടുക്കരുത്. നിങ്ങൾ അത് മാക്സിമം നല്ല യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടാവുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ പ്ലേലിസ്റ്റ് വന്നത്. സോ പ്ലേലിസ്റ്റിനൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പ്ലേലിസ്റ്റിനെ ഉണ്ടാക്കാനുള്ള സിമ്പിൾ. ജസ്റ്റ് പ്ലേലിസ്റ്റുകളിൽ നിന്ന് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ ഒരു നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. സോ പ്ലേലിസ്റ്റ് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം, പ്ലേലിസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതൊരു കീ ഫ്രേസ് ആക്കുക, ടൈറ്റിൽ ഒരു കീ ഫ്രേസ് ആക്കുക, സെർച്ചബിൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പിംഗ്, അതായത് ആ ഒരു റീച്ചിൻ്റെ സംഭവം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും ഇതിന് പ്ലേലിസ്റ്റ് എന്തായാലും യൂസ് ചെയ്യുക. സോ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ ടാഗ്സ് ആയിരുന്നു, ഈ വീഡിയോ പ്ലേലിസ്റ്റ് ആണ്. സോ ഇതേപോലത്തെ കുറേ യൂട്യൂബ് ഹെൽപ്പിംഗ് ആയിട്ടുള്ള വീഡിയോസ്, നിങ്ങൾ യൂട്യൂബറാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് കുറേ വരുന്നുണ്ട്. സോ എന്തായാലും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ട് അത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്ലൈ ചെയ്യണം. സോ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടും. സോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.